ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ കരിയറിലോ എന്തിലായാലും നിങ്ങളൊരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്, ആ തീരുമാനം എടുക്കാൻ കാരണം എന്താണ്? അപ്പോൾ അതിനു മുമ്പ് ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ആ കടുത്ത തീരുമാനം നിങ്ങൾ എടുത്തത് എന്തുകൊണ്ടെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, 6 of Swords, 6 of Pentacles, 5 of Cups, Judgment. Wow. കാർഡൂടെ ഞാൻ എടുക്കാം. പേജ് ഓഫ് സോട്ട്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ 5 of Swords ആണ്. ഇനി നമുക്ക് ഇതിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഡെക്കിൽ നിന്ന് എടുക്കുന്നു പ്രേരിപ്പിച്ചത്. ജസ്റ്റിസ്. ഓക്കെ. The Hierophant, 2 of Pentacles, ഒരു കാർഡ് കൂടെ എടുക്കാം. 4 of Cups. ഓക്കെ. Knight of Swords ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 6 of Swords ആണ്. കാരണം നമ്മൾ 6ന് മുമ്പ് വരുന്നത് 5 ആണ്. ആ 5 എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വ്യക്തിയെ ആ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു അൺഫെയറായിട്ട് ഒട്ടും ന്യായമല്ലാത്ത രീതിയിൽ നിങ്ങൾ തോൽപ്പിക്കപ്പെടും. അതായത് ആ വ്യക്തിക്ക് നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിരുന്നു, നിങ്ങൾ വിശ്വസിച്ചിരുന്നു, ആ വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാം എന്ന് ചിന്തിച്ച് നിങ്ങൾ എല്ലാ എഫേർട്ടും ഇട്ട് അത്രയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വിശ്വസിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്നാൽ ആ വ്യക്തി നിങ്ങളുടെ കൂടെ നിന്ന് കുറേ അഭിനയിച്ച് എനിക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസം സ്വീകരിച്ചെടുത്തിട്ട് പക്ഷേ നിങ്ങളെ ഒരു ബാക്ക് സ്റ്റാബ് ചെയ്യുമായിരുന്നു. അതുപോലെ നിങ്ങൾ സ്നേഹിച്ച് കൂടെ നിർത്തണം എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവനും വേണമെന്ന് വിചാരിച്ച വ്യക്തി, പക്ഷേ അയാളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും നിങ്ങളെ തോൽപ്പിക്കുക, നിങ്ങളുടെ മുമ്പിൽ അവർക്ക് ജയിക്കണം. അതിനു വേണ്ടി അവർ ബാക്കിൽ നിന്ന് പല കളികൾ കളിക്കുകയും ചെയ്തു, നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി. എന്നാൽ അവർ നിങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് നിങ്ങളുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ പിന്നിൽ നിന്ന് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിങ്ങൾ ഇതിൽ ചീറ്റിംഗ് എനർജിയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി ആ പഴയ സിറ്റുവേഷൻസ് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇനി എനിക്ക് ആ പഴയ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം വളരെ ഹാപ്പിയായിട്ട് സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി എൻ്റെ ലൈഫ് സ്മൂത്തായിട്ട് മുമ്പോട്ട് നോക്കി ആ ഒരു പോസിറ്റീവായിട്ട് മാത്രം മുന്നോട്ട് പോകണം. ആ വ്യക്തി കൂടെ ഇരുന്നാൽ അത് നടക്കില്ല എന്നൊരു ചിന്തയിൽ പഴയതിനെല്ലാം വിട്ടിട്ട് പുതിയ ഒരു ഫ്യൂച്ചറിനെ നോക്കി പോകണമെന്ന് തീരുമാനമെടുത്തത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 6 of Pentacles ആണ്. ഇതും പറയുന്നത് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവർ ഷെയർ ചെയ്തിട്ടില്ല നിങ്ങളോട് ഒരു കാര്യങ്ങളും. അവരുടെ ഫീലിങ്സോ അവരുടെ ഒരു യഥാർത്ഥ ഗുണമോ യഥാർത്ഥ സ്വഭാവമോ നിങ്ങളോട് ഷെയർ ചെയ്യുകയോ നിങ്ങൾ കൊടുത്തതൊന്നും നിങ്ങൾക്ക് തിരിച്ച് തരികയോ ചെയ്തിട്ടില്ല. ന്യായമായി അവർ നിങ്ങളോട് പെരുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആ കടുത്ത തീരുമാനം എടുത്തത്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന 5 of Cups ആണ്. നിങ്ങൾക്ക് മുമ്പിൽ ഇനി ഒരു വ്യക്തിയുമായിട്ടുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. എല്ലാ പ്രതീക്ഷകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മുമ്പിൽ നോക്കിയാൽ ഇവിടെ ഒരു കുഴിയാണ് കാണുന്നത്. ഇനി ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ആ കുഴിയിലാണ് പതിക്കാൻ പോകുന്നത്. ആ കുഴിയിൽ വീണാൽ എന്താകും? നമുക്കൊരിക്കലും സന്തോഷവും സമാധാനവും കിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ കടുത്ത തീരുമാനം നിങ്ങളെടുത്തത്. ഇനി ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നുള്ളത് ഇത് മനസ്സിലാക്കിയതുകൊണ്ട്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരു ജസ്റ്റിസും വന്നിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. സോ
നിങ്ങളിപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ്, നിങ്ങൾക്കിപ്പോൾ ജഡ്ജ്മെൻറ്റ് കിട്ടുന്ന സമയമാണ്, നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം വരുന്ന സമയമാണ്. ആ വ്യക്തി നിങ്ങളോട് എന്തെല്ലാം പ്രവർത്തിച്ച് നിങ്ങൾക്ക് ബാക്ക് സ്റ്റാബ് ചെയ്ത് നിങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടോ, അതിനെല്ലാം ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു. ആ വ്യക്തിക്ക് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കിട്ടുന്നു എന്നാണ്. ഒന്നുകിൽ കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് നമ്മൾ ആ ഒരു കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ജഡ്ജ്മെൻറ്റ് നടക്കും. നമ്മളെപ്പോഴും അതിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ ഒരിക്കലും ആ ജഡ്ജ്മെൻറ്റ് നമുക്ക് കിട്ടില്ല. നമ്മുടെ ജഡ്ജ്മെൻറ്റിന് നമ്മൾ തന്നെ തടസ്സമായിട്ടിരിക്കും. എപ്പോൾ അതിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ന്യായം കിട്ടും. പിന്നെ നിങ്ങളോട് ചെയ്ത, നിങ്ങൾക്ക് തന്ന അത്രയും വേദനയും നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സ്നേഹത്തിനെയും എല്ലാത്തിനെയും ചീറ്റ് ചെയ്തതിനുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ന്യായം കിട്ടുമെന്നാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന പേജ് ഓഫ് സോർട്സ് ആണ്. നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്, ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ട്. നേരത്തെ നിങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ലായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കും. അവരെന്ത് പറഞ്ഞാലും വീണ്ടും വീണ്ടും നിങ്ങൾ വിശ്വസിക്കും. എത്രയൊക്കെ ബാക്ക് സ്റ്റാബ് ചതിയൊക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് അഭിനയിച്ച് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. കാരണം നിങ്ങളൊരു പ്യുവർ സോളാണ്. നിങ്ങളെപ്പോലെ എല്ലാവരെയും വിശ്വസിക്കും. നിങ്ങളെപ്പോഴും അവരെ കൂടെ കൂട്ടണമെന്ന് നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. അപ്പോൾ എന്താവും, ആ പാറ്റേൺ അവിടെ ബ്രേക്ക് ആവില്ല. ആ പാറ്റേൺ ഇങ്ങനെ ഒരു ചെയിന് പോലെ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. വീണ്ടും സെയിം പ്രോബ്ലം വീണ്ടും വരും, വീണ്ടും പോകും. ഇങ്ങനെ ഒരു സെയിം പാറ്റേൺ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, സോ അതിനെ ഇപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ആ വ്യക്തി എങ്ങനെയാണ്, ആ വ്യക്തിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ആ വ്യക്തി നിങ്ങളെ ഏത് പ്ലേസിലാണ് വെച്ചിരിക്കുന്നത്, ആ വ്യക്തി നിങ്ങൾക്ക് തരുന്ന സ്ഥാനം എന്താണ്, എല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കടുത്ത തീരുമാനം എടുത്തത്. പിന്നെ ആ കാര്യത്തിൽ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന 5 ഓഫ് സോർട്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചീറ്റിംഗ് എനർജിയിലൂടെയും അൺഫെയർ, ഒട്ടും ന്യായമല്ലാത്ത, നീതിപൂർവമല്ലാത്ത കാര്യങ്ങൾ കടന്നു പോയത് കൊണ്ട് തന്നെ മൊത്തത്തിൽ അതാണ് മെയിൻ റീസൺ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കടുത്ത തീരുമാനം എടുത്തത്. പിന്നെ ഇവിടെ മൊത്തത്തിൽ നിങ്ങളെ പ്രേരിപ്പിച്ച കാരണങ്ങൾ ചോദിച്ചപ്പോൾ ജസ്റ്റിസ്, ഹെറോഫൻറ്റ്, 2 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 4 ഓഫ് കപ്സ് വന്നു. സോ അവർക്ക് നിങ്ങളെപ്പോഴും ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു. അവർ ചൂസ് ചെയ്തിട്ടില്ല, നിങ്ങളെ പ്രയോറിറ്റി തന്നിട്ടില്ല. നിങ്ങൾക്ക് എന്നുമുള്ള സ്ഥാനം ഏറ്റവും ലാസ്റ്റ്. നിങ്ങളെ വെറും അവർ ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, തിരിച്ചു ഫുൾ എഫർട്ടും ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയപ്പോൾ അവർക്ക് നിങ്ങൾ വെറും ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു, അതും ലാസ്റ്റായിരുന്നു. നിങ്ങൾക്കിപ്പോൾ എല്ലാറ്റിനോടും ഒരു മടുപ്പും മരവിപ്പും മാത്രമാണ് തോന്നുന്നത്. ഒന്നിലും ഒരു അർത്ഥമില്ല നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് മുമ്പോട്ട് പോയാലും ഇതേ സിറ്റുവേഷൻസ് ആയിരിക്കും. ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഇനി നിങ്ങൾക്ക് ദുഃഖവും ചതിയും മാത്രം അനുഭവിച്ച് ഈ പാറ്റേൺ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല, നിങ്ങൾ കുറേ പാഠങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറേ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കുന്നത്. ആരെങ്ങനെയാണ്, ആരെ വിശ്വസിക്കണം, എന്താണ് വേണ്ടത്, ഇങ്ങനെ കുറേ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇപ്പോൾ ഈ തീരുമാനമെടുത്തത്. എന്നാൽ ഇവിടെ ജസ്റ്റിസും വന്നതുകൊണ്ട്, തീർച്ചയായിട്ടും ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും വന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യായം കിട്ടുമെന്നാണ് കാണുന്നത്. ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ വരും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെള്ള കുതിര പാഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആ കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കാതെ നിങ്ങളുടെ കരിയർ, ജോബ്, അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. കാരണം ഈ കാര്യങ്ങൾ തന്നെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു സന്തോഷവും ഒരു സക്സസ്സും വരില്ല. സോ നിങ്ങളോട് ഈ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി മുമ്പോട്ട് വേണ്ടത് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ കാര്യങ്ങൾ ഡിസ്ട്രാക്റ്റായി അവിടെ സ്റ്റക്കായി കിടക്കാതെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.